നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിരവധി വീടുകളും മനുഷ്യരുമുണ്ടായിരുന്ന പ്രദേശത്ത് ഇന്ന് അവശേഷിക്കുന്നത് കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന മണ്ണും ചെളിയും പാറക്കൂട്ടവും മാത്രം. ഇതിനിടയിൽ ശേഷിക്കുന്ന ജീവനുകളെയും മൃതദേഹങ്ങളെയും കണ്ടെത്താൻ ശ്രമിക്കുന്ന സൈനികരും. ഇടയ്ക്കിടെ മൃതദേഹങ്ങൾ കണ്ടെത്തുമ്പോൾ സൈനികരുടെ പോലും കണ്ണു നിറഞ്ഞു പോകുന്നു. പ്രദേശത്ത് ഇനിയും ജീവനോടെ നിരവധി പേർ ശേഷിക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത്. ഇവരെ എത്രയും പെട്ടെന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ സൈന്യം രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടിയിരിക്കുകയാണ്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പരിശോധന നടത്തുന്നുണ്ട്. മരണസംഖ്യ 177 ഉയർന്നിട്ടുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിൽ തെരച്ചിൽ ശക്തമാകുമ്പോൾ ഇത് ഇനിയും ഉയർന്നേക്കാം. മണ്ണിനടിയിൽപ്പെട്ടവരെ കണ്ടെത്താൻ മൃതദേഹങ്ങളെ മണം പിടിക്കാൻ കഴിവുള്ള കെഡാർ നായ്ക്കളുടെ സേവനവും തേടുന്നുണ്ട്. ഇവ നൽകുന്ന സൂചനകൾക്കനുസരിച്ച് മണ്ണിനടിയിലായി വീടുകൾ പൊളിച്ചാണ് രക്ഷാപ്രവർത്തകർ പരിശോധന നടത്തുന്നത്. ഹൃദയഭേദകമായ രംഗങ്ങളാണ് ഓരോ വീട്ടിലും കാണാനാകുന്നതെന്നാണ് രക്ഷാപ്രവർത്തകർ സൂചിപ്പിക്കുന്നത്. മുണ്ടക്കയിലെ ഒരു വീട്ടിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിൽ 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഒരായുസ് മുഴുവൻ സമ്പാദിച്ചതെല്ലാം വലിച്ചെറിഞ്ഞ് ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ ദയനീയത മുഴുവൻ ഓരോ മൃതദേഹങ്ങളിലെ കണ്ണുകളിൽ കാണാം. കുട്ടികൾ ഉൾപ്പെടെ 5ഉം 6 മൃതദേഹങ്ങൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ചു കിടക്കുന്ന കാഴ്ച ജീവൻ ഉള്ളിടത്തോളം കാലം മറക്കാനാവില്ലെന്നാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഒരു പ്രതിനിധി പറയുന്നത്. 400ഓളം വീടുകൾ ഉണ്ടായിരുന്ന മുണ്ടക്കയിൽ ഇപ്പോൾ 30 വീടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എത്ര പേർ ജീവനോടെ ശേഷിക്കുന്നുണ്ടെന്നോ എത്ര പേർ മരിച്ചുവെന്നോ ഒരു വിവരവുമില്ല. കാണാതായ ഉറ്റവരെ കണ്ടെത്താൻ ആശുപത്രികളും ദുരന്തഭൂമിയിലും നിറകണ്ണുകളോടെ തിരയുന്ന ചിലരെയും കാണാം. ഉറ്റവരെയും ഉടയവരെയും തേടി ആശുപത്രികളിലും ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലും അലയുന്ന ആളുകളുടെ ദൃശ്യങ്ങളും ഉള്ളിലേക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ മേപ്പാടി ആശുപത്രിയിൽ മൃതദേഹങ്ങൾ കാത്തിരിക്കുകയാണ് യൂനുസ് എന്ന പ്രദേശവാസി. തന്റെ ഉറ്റ സുഹൃത്തിനെയും കുടുംബത്തെയുമാണ് അദ്ദേഹം തേടുന്നത്. ഓരോ മൃതദേഹം എത്തുമ്പോഴും തന്റെ സുഹൃത്തോ കുടുംബമോ അതിൽ ഉണ്ടോ എന്ന് യൂനുസ് പറഞ്ഞു. ഒടുവിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെ നിലമ്പൂരിൽ നിന്ന് യൂനുസിന്റെ ഒരു സന്ദേശം ലഭിച്ചു. പ്രിയ സുഹൃത്തിന്റെ ചേതനയേറ്റ ശരീരത്തിന്റെ ചിത്രമായിരുന്നു അത്. സുഹൃത്തിന്റെ കുടുംബത്തിലെ മറ്റുള്ളവർ എവിടെ പോയെന്ന് യൂനുസിന് ഇപ്പോഴും അറിയില്ല. എവിടെ പോയി തിരയണമെന്നും അറിയില്ല. യൂനിസിനെ പോലെ നിരവധി മനുഷ്യർ ആ ആശുപത്രി വരാന്തയിൽ നിലവിളികളുമായി നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ തിരികെ കിട്ടാൻ എന്തു ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. രക്ഷാപ്രവർത്തകരുടെയും സൈന്യത്തിന്റെയും കരങ്ങൾ ഇനിയും എത്തിയിട്ടില്ലാത്ത പ്രദേശങ്ങൾ നിരവധിയാണ്. എത്ര പേർ സഹായം കാത്ത് കിടക്കുന്നെന്നോ എത്ര പേർ ജീവനറ്റ് കിടക്കുന്നെന്നോ ആർക്കും അറിയില്ല. രണ്ടാം ദിനം നമ്മൾ കാണുന്നത് പോലെ ഇന്നലെ കണ്ടതിനേക്കാൾ അതിഭയാനക കാഴ്ചകളാണ്. പൂർണ്ണമായ രക്ഷാപ്രവർത്തനങ്ങൾ കഴിയുമ്പോഴേക്കും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തത്തിൽ ഒന്നാവും ചൂരൽമല ഉരുൾപൊട്ടൽ. നിലവിൽ ഇതുവരെ 177 മരണങ്ങളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വളർത്തുമൃഗങ്ങൾ മാത്രം ബാക്കിയായ കണ്ണീർ കാഴ്ചകളാണ് മുണ്ടക്കയിലെങ്ങും. മുണ്ടക്കയിൽ അവശേഷിക്കുന്നത് വെറും 30 വീടുകൾ മാത്രമെന്നാണ് പഞ്ചായത്ത് അധികൃതർ സാക്ഷ്യപ്പെടുത്തുന്നത്. പഞ്ചായത്തിന്റെ രജിസ്റ്റർ പ്രകാരം 400-ലധികം വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് സൈന്യത്തിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇതിനിടെ ചാലിയാറിൽ നിന്ന് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിരുന്നു. 200-ലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു. എന്നാൽ 98 പേരെയാണ് കാണാതായതെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക്. 4 സംഘങ്ങളായി 150 സൈനികരാണ് ഇപ്പോൾ ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.